സുഹൃത്തുക്കളെ, എല്ലാവരും പൊറാട്ട കയ്യിലാകുമ്പോ കൈയടിക്കാൻ മറക്കും. അപ്പൊ നമ്മളെ പരിപാടി നന്നായി നിങ്ങൾ കൈയടിക്കും. നമ്മൾ ഈ സർഗധാര ഇപ്പൊ നമുക്ക് നല്ലൊരു അവസരമാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ചെറുപ്പകാലത്തിലൊക്കെ പല മിമിക്രി വേദികളിലൊക്കെ കയറിയിട്ടുണ്ട്. അതേ ആ നാടൻ മിമിക്രി അവതരിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ എന്നാലും നമ്മുടെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് എക്കോയില് പാട്ട് കേൾക്കുമ്പോൾ എക്കോ സിസ്റ്റത്തിലൂടെ പാട്ട് കേൾക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഞാൻ രണ്ടുപേരെയും ഒരു സിനിമ പാട്ട് പാടുകയാണ്. അതിന്റെ എക്കോ പീരീഡ് പാടും. എക്കോ കട്ട് ചെയ്യണം. എക്കോ കട്ടിയിട്ടില്ല. എക്കോ അല്ല. ഹലോ, ഒരു പാട്ട് ഞാൻ ആദ്യം പാടുന്നത് എക്കോ പാട്ട്. അല്ലയാമ്പൽ കടവിലന്നരയ്ക്കൊരു വെള്ളം അന്ന് നമ്മളൊന്നായി തുടങ്ങില്ലേ കൊതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ഈ പാട്ട് നമ്മൾ എക്കോയിലൂടെ കേൾക്കുകയാണെങ്കിൽ എങ്ങനെ അല്ലയാമ്പൽ കടവിലന്നരയ്ക്കൊരു വെള്ളം അന്നും നമ്മളൊന്നായി തുടങ്ങില്ലേ കൊതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ഇതേപോലെ എക്കോയിൽ വേറൊരു പാട്ട് കൂടെ ഉണ്ട്. ഞാൻ മുത്തുനാവ നമ്മൾ സ്ഥിരം പാടുന്ന പാട്ടാണ്. മുഖം കത്തിടും മയിലാളെ മുൻജൊലി വീതിൽ തങ്ങും ഇനി നമ്മള് പഴയ നാടൻ നമ്മുടെ നാട്ടുപുറത്ത് കാണുന്ന കുറച്ച് ശബ്ദങ്ങളെ ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ എല്ലാവരും നമ്മള് ഈ വ്യക്തികളെ അനുകരിക്കും. പഴയാണത്, നിങ്ങൾ ബോറടിക്കരുത്. കാരണം നമ്മൾ സാധാ ശബ്ദങ്ങളാണ്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ താറാവുകളുടെ ശബ്ദങ്ങളാണ്. നമ്മുടെ നാട്ടിൽ താറാവുകളെ കാണാറുണ്ട്. താറാവുകളുടെ ശബ്ദം അഡ്ജസ്റ്റ് ചെയ്യാല്ലേ. ഇനി താറാവുകളി വെള്ളം കുടിക്കുമ്പോ, അതായത് ചെളിവെള്ളം കണ്ടാൽ ഇരുത്തേട് കുടിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള അപ്പൊ വെള്ളം കുടിക്കുമ്പോ എങ്ങനെയായിരിക്കും? അയ്യടിക്കണ്ട. അടുത്തായിട്ട് ഒരു എയറോപ്ലെയിൻ ഉയരുമ്പോ എങ്ങനെ ഉണ്ടാവുന്നില്ല നോക്കാം. ഇതൊക്കെ പണ്ട് അവതരിപ്പിച്ചിരുന്നു. അപ്പൊ ഇതിപ്പോ ചാൻസ് കിട്ടിയോ അവതരിപ്പിക്കാതിലുള്ളൂ. ഒക്കെ കൈയടിക്കണം. ഇനി നമ്മുടെ സുഹൃത്ത് നേരത്തെ വ്യക്തികളെ അനുകരിച്ചാണ്. അപ്പൊ എന്തായാലും ഒരു നടനെ അനുകരിക്കണം എന്ന് തോന്നി. ഈ ജനാർദ്ദന്റെ ഒരു സൗണ്ട്, ഇതിലുള്ള ഒരു സൗണ്ട് ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. മാനർമത്തായി സ്പീക്കിംഗ് എന്നുള്ള ആ സിനിമയിലെ അയ്യോ, ഞാൻ തങ്കപ്പനല്ല ആശാണ്. നീ തങ്കപ്പനാണ്, പൊട്ടപ്പനല്ല. കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഓക്കെ, എന്തായാലും എന്നെ സഹിച്ച എല്ലാവർക്കും നന്ദി.